ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നമ്മളുള്ളത് 30th അമ്മയുടെ 30th ജനറൽ ആനുവൽ ബോഡി മീറ്റിങ്ങിലാണ്. അപ്പം ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഇലക്ഷൻ നടക്കുകയാണ്. 10ാമത്തെ ഇലക്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചുറ്റും ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അവരിൽ നമുക്ക് ഷാജാൻ ചേട്ടനുണ്ട്. ഷാജാൻ ചേട്ടൻ അവരും ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് ഉള്ളിലൊരു ഫീലിംഗ്? ജയിക്കും എന്നുള്ള ഫീലിംഗ് ആണ്. ഉറപ്പാണ്. പിന്നെ തീർച്ചയായിട്ടും കോൺഫിഡൻസ്. പിന്നെ ഹാപ്പിനെസ് എല്ലാവരും കണ്ടതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട്. ഒപ്പം ഒരു 25 വർഷമായിട്ട് പല തസ്തികകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടവേള ബാബുച്ചേട്ടൻ നെക്സ്റ്റ് കമ്മിറ്റി മുതലില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സംഘടനയ്ക്ക് മുന്നോട്ട് പോയില്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ജയിച്ചു വന്നാൽ, നമ്മൾ ജയിക്കുമെന്നൊക്കെ നമ്മൾ വിശ്വാസമുണ്ട്, ജയിച്ചു വന്നാൽ അതിനൊപ്പം നിന്ന് സംഘടനയ്ക്ക് വേണ്ടി എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. വരും. അതെ അതെ. അല്ല, ഇതിന് ആരാണെന്നുണ്ടെങ്കിലും അമ്മയെ കുറേ നാളുകളായിട്ട് അറിയാവുന്നവരാണ് 3 പേരും. സിദ്ദിഖാണെന്നുണ്ടെങ്കിലും കുക്കുവാണെന്നുണ്ടെങ്കിലും മറ്റേ ആളാണെന്നുണ്ടെങ്കിലും ഒക്കെ 3 പേർക്കും, ഉണ്ണി ശിവപാലാണെന്നുണ്ടെങ്കിലും ഒക്കെ 3 പേർക്കും അമ്മ എന്ന സംഘടന അറിയാവുന്നവരാണ്. പിന്നെ അവരുടെ പ്രവർത്തന ശൈലി അവർ വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ജയിച്ചു വന്നാൽ ഞാനും സുരാജ് കൂടെ നിന്നിട്ട് ഈ അമ്മയെ ഞങ്ങളൊരു വളരെ സന്തോഷം. നമ്മൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. അല്ല, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് ടെലികാസ്റ്റ് ആവാം. ഓൾറെഡി ജയിച്ചു. താങ്ക് യു. ഞാൻ നമ്മുടെ പാനലെല്ലാം വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചതിന് എല്ലാവരോടും താങ്ക്സ്. അതെ അതെ വേണം, ഒരു വോട്ട്. തീർച്ചയായിട്ടും. വളരെ സന്തോഷം. ഞാനും ഇതുവരെ ഒരു മീറ്റിംഗും മിസ് ചെയ്തിട്ടില്ല. ആദ്യം മുതലുള്ള മെമ്പറാണ്. നമ്മുടെ ഒരു കൂട്ടായ്മ, ഒരു ഫാമിലി ഗാദറിംഗ് ആണ്. ഇന്നിവിടെ ഇലക്ഷൻ ആണെങ്കിൽ പോലും ഇറ്റ്സ് എ വെരി പ്ലസന്റ് മൂമെന്റ്. ലെറ്റ് ദ ബെസ്റ്റ് വിൻ. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ അമ്മയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗ്രൂപ്പ് വിൻ ചെയ്യട്ടെ എന്നാണ് ആഗ്രഹം. പുതിയ പദ്ധതികൾ ഇനി വരുന്ന ഒരു ഗ്യാങ് ആണല്ലോ തീരുമാനിക്കേണ്ടത് എന്തൊക്കെ വേണമെന്നുള്ളത്. അതിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട, അതായത് കഴിവ് കുറവുള്ള ആർട്ടിസ്റ്റുകൾക്ക് കൂട്ടിക്കൊടുക്കുക. കുറേ അർഹപ്പെടാത്ത ആൾക്കാർ ഇതിനകത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരതിൽ നിന്ന് പിന്മാറി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മോഹൻലാൽ ഈസ് മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ. നമുക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലാണ്ട് മലയാളം സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും സിനിമ ഇൻഡസ്ട്രിയുടെ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ 2 പില്ലേഴ്സാണ്. അപ്പോൾ അവർ വേണം. അതിൽ ഒന്നേ ലാല് വേണം, അല്ലെങ്കിൽ മമ്മൂക്ക വേണം. ഇവർ 2 പേരിൽ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവും. ഇല്ല, ബാബു നല്ലൊരു മനുഷ്യനായിരുന്നു, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാവർക്കും. ബാബു മാറേണ്ട കാര്യം എനിക്കറിയില്ല എന്താണെന്നുള്ളത്, ബാബു എന്നെ അറിയും. പക്ഷേ അമ്മയിൽ ബാബു ഉണ്ടായിരുന്നപ്പോഴാണ് ബാബുവിന് ഒരു സ്ഥാനമാനം ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിരുന്നത്. ഇനി ആസ് എൻ ആർട്ടിസ്റ്റ് ബാബു വീണ്ടും സിനിമാ രംഗത്ത് വരാൻ പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ വരട്ടെ, പുള്ളിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു, ചാൻസുകൾ കിട്ടട്ടെ. എല്ലാം ഒരു മാറ്റം വേണമല്ലോ. പുള്ളി 10-20 വർഷമായില്ലേ, എല്ലാത്തിനും ഒരു മാറ്റം നല്ലത് തന്നെ. താങ്ക് യു. അപ്പം ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ നമുക്കൊന്ന് നോക്കാം. ചേച്ചി, ഇലക്ഷൻ കഴിയുന്നതല്ലേ നല്ലത്? അല്ല, നമുക്ക് അതിന് മുന്നേ നമ്മുടെ കോൺഫിഡൻസ് എന്താണ് പറയാനുള്ളത് ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത്? എല്ലാ 3 വർഷവും അമ്മയിൽ ഇലക്ഷൻ ഉണ്ട്. ആ ഇലക്ഷനിൽ ഇപ്പോഴാണ് ഇങ്ങനൊരു ഓഫീസേഴ്സ് പോസ്റ്റ് ഓപ്പൺ അപ്പ് ആയത് 30 years കഴിഞ്ഞ്. ഞങ്ങൾക്കും പറയാനുണ്ട്, ഞങ്ങളെയും കേൾക്കണം. ഞങ്ങൾ സ്ത്രീകളുടെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഐ റെപ്രസെന്റ് ദ ഹോൾ അമ്മ മെമ്പേഴ്സ് ഹു സ്റ്റാൻഡ് വിത്ത് മീ. ഇടവേള ബാബു ചേട്ടൻ 25 വർഷത്തിലധികം ഇടവേള ബാബു ചേട്ടൻ നമ്മുടെ ഈ ഒരു 16 വർഷം ബാബുവിൻ്റെ കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അത്രയും പറയാൻ വേറെ ആർക്കും പറ്റില്ല. അപ്പോൾ ആ ഒരു വിടവല്ല, അതിലേക്ക് എത്താൻ ഒരാൾ ശ്രമിച്ചാലും എത്തില്ല. 25 years കൊണ്ട് നേടിയെടുത്തൊരു എക്സ്പീരിയൻസും അൺസെൽഫിഷ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. നോ ബഡി ക്യാൻ റീച്ച് ദാറ്റ്. ആരാ പൊസിഷനിൽ വന്നാലും ഒരുപാട് കഷ്ടപ്പെടും. ബിക്കോസ് 3 years കൊണ്ട് യു ഡോണ്ട് റീച്ച് വാട്ട് സംബഡി റീച്ച്ഡ് ഇൻ 25 years. So hats off to Babu. Babu is like an angel for Amma.
Yeah. അപ്പം കഴിഞ്ഞ ദിവസം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി ഒരു ഇലക്ഷന്റെ പേരിൽ പാനൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ക്ലാരിഫിക്കേഷൻ തന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാനൽ ഇല്ല എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഇൻവിസിബിൾ ആയിട്ട് പാനലുകൾ വരുന്നുണ്ട്. അത് തെറ്റാണ്. അൺപാർലമെന്ററി ആവരുത്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ദെൻ ഗോ ഫോർ ഇലക്ഷൻ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തില്ലേ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാണ് പാനൽ ഡിസ്കസ് ചെയ്യണത് എന്ന് മാത്രമേ ഉള്ളൂ. കോൺഫിഡൻസിലാണ്. ജയവും തോൽവി അല്ലല്ലോ. എൻ്റെ ഒരു നോമിനേഷൻ ഒരാൾ എന്തിനാണ് കൊടുക്കുന്നത്? ഐ ഹാവ് സംതിങ് ടു സേ ആൻഡ് ദാറ്റ് ഈസ് മൈ സ്റ്റേറ്റ്മെൻറ്റ്. താങ്ക് യു. അപ്പം കുപ്പു ചേച്ചി ഭയങ്കര കോൺഫിഡൻറ്റിലാണ്. അപ്പം നമുക്ക് അനൂപ് ചന്ദ്രൻ ഉണ്ട് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക്, അതായത് ജയസൂര്യാണ് ഇപ്പം നിലവിൽ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി അമ്മയുടെ. അപ്പം ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അനൂപ് ചന്ദ്രനാണ്. ചേട്ടനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇലക്ഷൻ്റെ തിരക്കിലൊക്കെയാണ്. ചേട്ടാ, ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഈ ഒരു അവസരത്തിൽ അമ്മ അസോസിയേഷനിൽ ഞങ്ങളുടെ മുൻപേ നടന്നുപോയ മഹാരഥന്മാർ, കൂടെ നടക്കുന്നവർ, കാലിടറി പോകാൻ സാധ്യതയുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്കായി സ്വരുക്കൂട്ടി തന്നൊരു പ്രസ്ഥാനമാണ് അമ്മ. ആ അമ്മ അസോസിയേഷനിൽ കാലിടറി പോകുന്നവരും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചുമൽ ആവശ്യമുള്ളവരെ കൂടെ നിന്ന് അവരെ സഹായിക്കുക എന്നുള്ളതാണ് 100% ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം നമ്മള് ഇടവേള ബാബു ചേട്ടൻ ഇപ്പൊ ആ ഒരു സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. അപ്പം അത് വലിയൊരു വിടവ് തന്നെയാണ്. അപ്പൊ പുതുതായിട്ട് വരുന്ന ആരായാലും അവർക്ക് ആ വിടവ് നികത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇടവേള ബാബു എന്ന് പറയുന്നത് ഒരു വലിയ ഒരു എന്താ പറയുക വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ച ഒരു നല്ലൊരു പ്രവർത്തകനാണ്. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ താഴെയായിരിക്കും വരുന്നവർ നിൽക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ വരുന്നവർ അതിനേക്കാളും മേലിലായിരിക്കും. ഓരോ വ്യക്തിയുടെ കഴിവനുസരിച്ചിട്ടാണ് ഒരവസരം ഒരാൾക്ക് കിട്ടുമ്പോഴാണ് അവരുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് നോക്കാം എന്താണ് അവസരം, എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓൾ ദ ബെസ്റ്റ് ഇലക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ഒരുപാട് പേരുണ്ട്. ആരെ കോട്ടിട്ടതാ? ചാനലാ പിടിയില്ല. എല്ലാരും ഈ ഇലക്ഷൻ നിൽക്കുന്ന എല്ലാരും ഭയങ്കര കോൺഫിഡന്റ് ആണ്. 100% കോൺഫിഡന്റ് ആണ്. നമുക്കത് ഒരു താരം വരുന്നുണ്ടോ? ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കും? നമ്മുടെ മുത്തിന്റെ അടുത്ത് ഞാൻ എങ്ങനെ ഇരിക്കും? എന്റെ മുത്തിന്റെ അടുത്ത് ഞാൻ എങ്ങനെ ഇരിക്കും? പറ മുത്തേ, എന്താ വിശേഷം? എന്തുണ്ട്? സുഖമല്ലേ? സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്ന് കാണുന്നു, വോട്ട് ചെയ്യുന്നു, അല്ലേ? അതെ. പറയൂ, അമ്മയിലേക്ക് നമ്മുടെ തറവാട്ടിലേക്ക് വന്നേക്കുവാണ്. അതെ അതെ. എന്താ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാനുള്ള ഒരു അവസരം, പിന്നെ നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം. അതൊരു പോയിന്റ് ആട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യപരമായ രീതിയിൽ വോട്ട് ചെയ്യാനും അതും ചെയ്യണ്ടേ. അപ്പോൾ അതിനും കൂടെ വേണ്ടി വളരെ സന്തോഷത്തോടെ വന്നതാണ്. അപ്പോൾ നമുക്ക് കൗണ്ടറിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യുക, വോട്ട് ചെയ്യാം. പടത്തിന്റെ കാര്യം പറയണ്ട, അതും കൂടെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ 916 കുഞ്ഞൂട്ടൻ ഒരു പ്രൊമോഷൻ. അതെ അതെ, അതാണ് അടുത്ത പടം മെയിൻ റോൾ ചെയ്യുന്നത്. മിക്കവാറും അടുത്ത മാസം ലാസ്റ്റോടുകൂടി റിലീസ് ചെയ്യും. ഓഗസ്റ്റ് ലാസ്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ വിശദമായിട്ട് കുറച്ച് നമ്മൾ പറയുന്നതായിരിക്കും പിന്നീട്. താങ്ക് യു കേട്ടോ. അപ്പം നമ്മുടെ ഈ പ്രിയ താരങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയല്ല. എന്തായാലും നമ്മൾ വീണ്ടും അടുത്ത ആളുകളിലേക്ക് വേണം. നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ജെയിനാണ്. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ്. അതോടൊപ്പം മൈജിയും നീതൂസും കൈ കോർത്തിരിക്കുന്നു. നമ്മളിങ്ങനെ പോവാണ്. അതെ, പഴയ താരങ്ങൾ ഇങ്ങനെ ഇവരെ കണ്ട്. ഇത് ഗുസ്തിയാണോ? പഞ്ചഗുസ്തി പിടിക്കാം. ഗുസ്തിയല്ല, ബീനേച്ചി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്റെ ചെറിയ പ്രായത്തിൽ കാണുന്ന അതിസുന്ദരിയായ ഒരു ബീനേച്ചിങ്ങനെ വയസ്സുണ്ടെന്നോ? ഇപ്പോഴും അതായത് എന്റെ ചെറുപ്രായം മുതൽ ഞാൻ കാണുന്ന ആ മുഞ്ചിൽ തന്നെയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്ര എഫക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ ബീനേച്ചിയാണ്. അതിന് ഞാൻ ആ ഒരു മനസ്സിന് ഭയങ്കര വലിയ ക്ലാപ്പ് കൊടുക്കും. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി.